ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന സത്യങ്ങൾ, ആരുമറിയാത്ത രഹസ്യങ്ങൾ. നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ അറിയുക, കുറ്റവാളി എത്ര സമർത്ഥനായാലും സത്യം ഒരു നാൾ പുറത്തുവരും. നിയമത്തിനു മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കുറ്റവാളികളുടെ ലോകത്തിലൂടെയാണ് ക്രൈം വാച്ച് സഞ്ചരിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന മറ്റൊരു ക്രൂരത കൂടി. സുരക്ഷിതമെന്ന് നാം കരുതുന്ന ഇടങ്ങളിൽ പോലും പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ തുടരുകയാണ്. നിയമങ്ങൾ കർശനമാകുമ്പോഴും കുറ്റവാളികൾക്ക് ഭയമില്ലാത്ത അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു? കോഴിക്കോട് ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണത്തോടെ നടത്തിയ കൂട്ടബലാത്സംഗം. ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചു. എത്ര പുരോഗമനം പറഞ്ഞാലും ഒരു പെൺകുട്ടിക്ക് പൊതുസമൂഹത്തിൽ പകൽ സമയം പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ്. ഡിസംബർ 21 രാത്രി 2 മണി. കൗമാരക്കാരിയായ പെൺകുട്ടി മാതാവുമായുള്ള തർക്കം കൊടുമ്പിരി കൊണ്ടപ്പോൾ ആരോടും പറയാതെ അർദ്ധരാത്രിയിൽ വീട് വിട്ടിറങ്ങി. എവിടെ പോകണമെന്ന് പോലും അറിയാതെ നിന്ന അവൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് ബസ് കയറി. കടൽ നോക്കി ശാന്തത കവർന്ന അവളെ 2 ചെറുപ്പക്കാർ വളഞ്ഞു. അവളോട് കാര്യം അന്വേഷിച്ചു. സമൂഹത്തിന്റെ നിലവിലെ സ്വഭാവത്തെക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടാകാം കുട്ടി കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. പിന്നാലെ കാസർഗോഡ് സ്വദേശികളായ ഷമീം, റഹീസ് എന്നിവർ കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ വലയിലാക്കി. അവൾക്ക് വേണ്ട താമസ സൗകര്യവും ഭക്ഷണവും ശരിയാക്കി തരാമെന്ന വാഗ്ദാനം മുന്നോട്ട് വച്ചു. അവൾ ആ വാഗ്ദാനത്തെ സ്വീകരിച്ച് അവരോടൊപ്പം പന്തീരങ്കാവിലെ ഫ്ളാറ്റിലേക്ക് പോയി. പിന്നീട് സംഭവിച്ചത് ആ 16-കാരിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാനസിക ആഘാതമാണ്. ഇരയെ കാത്തിരിക്കുന്ന കഴുകനെ പോലെ ആ ഫ്ളാറ്റിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. താമരശ്ശേരി സ്വദേശികളായ മുഹമ്മദ് സാഫിലും ഷബീർ അലിയുമായിരുന്നു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. ഫ്ളാറ്റിലെത്തിച്ച കുട്ടിക്ക് ഇവർ ലഹരി മരുന്ന് നൽകി. അവർ നൽകിയ ലഹരിയിൽ കുട്ടി അബോധാവസ്ഥയിലായി. തുടർന്ന് പെൺകുട്ടിയെ ഇവർ ലൈംഗികമായി പീഡിപ്പിച്ചു. അടുത്ത ദിവസം സമയം ഉച്ച. ക്രൂരപീഡനത്തിനു ശേഷം പാതിബോധത്തിലായിരുന്ന അവളെ കോഴിക്കോട് ബീച്ചിൽ ഷമീമും റയീസും ചേർന്ന ജീപ്പിലെത്തിച്ച് ആരുമില്ലാത്ത സ്ഥലത്തേക്ക് തള്ളിവിട്ടു. കൂടാതെ ഇരയ്ക്ക് അവർ 4000 രൂപയും നൽകി. ബീച്ചിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ ഹെൽപ്പ് ലൈൻ അംഗങ്ങളാണ് അവശനിലയിലായ പെൺകുട്ടിയെ ആദ്യം കാണുന്നത്. കുട്ടിയെ കാണാനില്ലെന്ന വീട്ടുകാർ പെരിന്തൽമണ്ണ പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു. കുട്ടിയെ കിട്ടിയതോടെ കേസ് കോഴിക്കോട് വെള്ളറയിൽ പോലീസിന് കൈമാറി. ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയിൽ നിന്നും സംഭവ വിവരം പോലീസ് ശേഖരിച്ചു. പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളായ സാഹിലിനെയും ഷബീർ അലിയെയുമാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. ഇവരിൽ ഒരാൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതക കേസിൽ പങ്കുണ്ടെന്നും പോലീസ് പറയുന്നു. ഇതിന്റെ അടുത്ത ദിവസമാണ് ഷമീസിനെയും റഹീസിനെയും പോലീസ് പിടിക്കുന്നത്. ഇവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് മറ്റ് പ്രതികൾക്ക് പെൺകുട്ടിയെ പങ്കുവച്ചത്. പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ക്രൂരമായി പീഡിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകേണ്ടത് നീതിപീഠമാണ്. ആ ശിക്ഷകൾ ഒരു താക്കീതാണ്. ഇനി നമ്മുടെ സമൂഹത്തിൽ അത്തരമൊരു സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാകണം. മലപ്പുറത്ത് യുവതിയെ ആക്രമിച്ച വാർത്തയിലേക്കാണ് ഇനി. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. തലയ്ക്കും കൈക്കും കഴുത്തിനും പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മലപ്പുറം പെൻഷൻ ഭവൻ റോഡിൽ വെച്ചാണ് ആയുധം ഉപയോഗിച്ച് യുവാവ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിൽ യുവതിയോട് വൈരാഗ്യം പുലർത്തിയാണ് യുവാവ് ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണത്തിൽ യുവതിക്ക് തല, കൈ, കഴുത്ത് എന്നിവിടങ്ങളിൽ പരിക്കേറ്റു. സംഭവത്തിന് ശേഷം ആക്രമണം നടത്തിയ യുവാവ് സ്ഥലത്ത് നിന്ന് കടന്നുകളയുകയായിരുന്നു. അന്വേഷണത്തിൽ ആക്രമണം നടന്ന സ്ഥലത്തു നിന്നും പുതുതായി ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെടുത്തു. തുടർന്ന് കത്തി തെളിവായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നേരത്തെ യുവതി മലപ്പുറം പോലീസിൽ യുവാവിനെതിരെ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയച്ചു. ഇതിന് പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. സീ മലയാളം ന്യൂസ്, മലപ്പുറം.
വാച്ചിൽ ഇനി നമ്മൾ പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ 4 വയസ്സുകാരന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതര സംസ്ഥാനക്കാരനായ മാതാവിന്റെ ആൺ സുഹൃത്ത് മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലത്തിന്റെ കുറ്റസമ്മതമൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മാതാവുമായുള്ള തർക്കത്തിനൊടുവിൽ തൻവീർ ടവൽ ഉപയോഗിച്ച് കഴുത്തുമുറുക്കിയാണ് കുട്ടിയെ കൊന്നത്. ഭാര്യ ഭർത്താക്കന്മാർ എന്ന വ്യാജേന ലോഡ്ജിൽ താമസത്തിനായി മുറിയെടുക്കുന്നു. 4 വയസ്സുകാരനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നു. ഒടുവിൽ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയുടെ സുഹൃത്ത് പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നാണ് നാടിനെ നടുക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. വേദനിപ്പിക്കുന്ന വാർത്തകളുടെ പരമ്പര പരിശോധിക്കുമ്പോൾ ഇക്കഴിഞ്ഞ കാലം അത്രയും കുഞ്ഞുങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും തീരെ കുറവില്ലെന്ന് തെളിയിക്കുകയാണ് പ്രസ്തുത സംഭവവും. ഒരിക്കലും സംഭവിക്കരുതെന്ന് കേരളം ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള കേസുകൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മരവിപ്പാണ്. യഥാർത്ഥത്തിൽ കഴക്കൂട്ടത്തെ ഇതര സംസ്ഥാനക്കാരുടെ ക്രൈം സീനിൽ സംഭവിച്ചതെന്താണ്? കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു? കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? ആരു പറഞ്ഞിട്ടാണ് മാതാവിൻ്റെ സുഹൃത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്? അങ്ങനെ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ബാക്കി. കേസ് ഡയറി പരിശോധിക്കാം സമഗ്രമായി. കഴക്കൂട്ടത്തെ അതിഥി തൊഴിലാളിയുടെ മകനായ 4 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ കുഞ്ഞിൻ്റെ അമ്മയുടെ സുഹൃത്ത് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. കസ്റ്റഡിയിലുള്ള 22 വയസ്സുള്ള മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലമാണ് കുറ്റം സമ്മതിച്ചത്. കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിൽ തൻവീർ ആലം മുറിയിലുണ്ടായിരുന്ന ടവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കിയാണ് കൊന്നതെന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ്. ടവൽ മുറുക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്ന് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. അബോധാവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി മാതാവ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ 23-കാരി മുന്നി ബീഗം ഓട്ടോ വിളിച്ചിറങ്ങിയെങ്കിലും തൻവീർ ആലം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. തുടർന്ന് ലോഡ്ജിന് താഴെയുള്ള കടക്കാരാണ് ബഹളമുണ്ടാക്കി ഇയാളെയും കൂടി നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത്. കേസിൽ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്തിനെയും അമ്മയെയും കഴക്കൂട്ടം പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അസ്വാഭാവിക മരണത്തിന് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊലപാതകത്തിന്റെ വകുപ്പുകൾ കൂടി FIRൽ ചേർത്തേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. ഇക്കഴിഞ്ഞ 28-ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കുട്ടിയെ മാതാവും സുഹൃത്തും ചേർന്ന് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഉച്ചയ്ക്ക് ആഹാരം നൽകി ഉറക്കിയ കുട്ടി വൈകിട്ട് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് മാതാവ് ഡോക്ടറോട് പറഞ്ഞത്. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നുവെന്നും ശരീരം തണുത്ത അവസ്ഥയിലായിരുന്നുവെന്നും ഡോക്ടർമാരുടെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. കുട്ടിയുടെ കഴുത്തിൽ മുറുകിയ 2 പാടുകൾ കണ്ട ഡോക്ടർക്ക് അസ്വാഭാവികത തോന്നുകയും ഉടൻ തന്നെ കഴക്കൂട്ടം പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. കയറോ തുണിയോ മറ്റോ ഉപയോഗിച്ച് കഴുത്തു മുറുകിയതാകാം ഈ പാടുകളെന്നതായിരുന്നു പ്രാഥമിക നിഗമനം. ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിയില്ലെന്നതാണ് ഇരുവരും ആദ്യം പോലീസിന് നൽകിയ മൊഴി. കൊലപാതകത്തിൽ മാതാവിനുള്ള പങ്കിനെക്കുറിച്ചുകൂടി പോലീസ് വിശദമായി അന്വേഷിക്കുകയുമാണ്. 2 ആഴ്ച മുമ്പാണ് 1.5 വയസ്സ് പ്രായമുള്ള ഇളയ കുഞ്ഞും മരണപ്പെട്ട കുട്ടിയുമായി ഇവർ കഴക്കൂട്ടത്ത് താമസത്തിനെത്തുന്നത്. 2 മാസം മുൻപും ഇവർ ഇതേ ലോഡ്ജിൽ താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആലുവയിൽ താമസിച്ചിരുന്ന യുവതി ഭർത്താവുമായി പിണങ്ങിയാണ് കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തുന്നത്. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. കുട്ടിയുടെ മൃതദേഹം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകമായതിനാൽ വിശദമായ പരിശോധനകൾക്കും കൂടുതൽ തുടർ നടപടികൾക്കും ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇടുക്കി നെടുങ്കണ്ടത്തെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. ഇരട്ട സഹോദരങ്ങളാണ് പിതാവിന്റെ സഹോദരനെ കൊലപ്പെടുത്തിയത്. തേവരാമെട്ട സ്വദേശി മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഇരട്ടകളായ ഭുവനേശ്വറും വിഘ്നേശ്വറും അറസ്റ്റിലായിട്ടുണ്ട്. മുരുകേശന്റെ സഹോദരപുത്രന്മാരായ ഭുവനേശ്വർ, വിഘ്നേശ്വർ എന്നിവർ വീട്ടിലെത്തി മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചു നിർത്തുകയും മറ്റേ ആൾ കൃത്യം നടത്തിയെന്നുമാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിന് ശേഷം പ്രതികൾ 2 വഴിക്കോടി രക്ഷപ്പെട്ടു. ഭുവനേശ്വർ സമീപത്തെ കടയിൽ സിഗരറ്റ് വാങ്ങിയ ശേഷമാണ് രക്ഷപ്പെട്ടത്. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ച് കൃത്യം നടത്തിയ വിവരം ഇയാൾ ബന്ധുക്കളെ വിളിച്ചറിയിച്ചു. സംഭവം നടന്ന ഉടൻ തന്നെ നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തുകയും നാട്ടുകാരുടെ സഹായത്തോടെ പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നു. അതിർത്തി മേഖലയിലെ ഏലത്തോട്ടത്തിലെ ജോലിക്കാരായ മൂവരും തമിഴ്നാട് കൊമ്പൈ സ്വദേശികളാണ്. യുവാക്കൾക്കെതിരെ തമിഴ്നാട്ടിൽ വിവിധ കേസുകളുണ്ട്. ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നത് മുരുകേശനാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. വൈകി 4-നും
4:45 ആണ് ഈ സംഭവം ഉണ്ടായത്. പൊന്നങ്ങാടിയുള്ള പോയിന്റ് സ്റ്റേഷന് സമീപമുള്ള തമിഴ്നാട് സ്വദേശികൾ താമസിക്കുന്ന താമസ സ്ഥലത്ത് തമിഴ്നാട് സ്വദേശിയായ ഇപ്പോൾ പൊന്നങ്ങാടിയിൽ താമസിക്കുന്ന മുരുകൻ എന്നയാളെ ഇയാളുടെ സഹോദരൻ്റെ മക്കളായ ഭുവനേശ്വരനും വെട്ടി കൊലപ്പെടുത്തിയെന്നുള്ള പേരിൽ വെച്ച് പോലീസ് അവിടെ എത്തി. തുടർന്ന് ഇവരെ രാത്രി തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയും ഇന്നേക്ക് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. രണ്ട് കക്ഷികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് തർക്കങ്ങളും മറ്റു തർക്കങ്ങളും ഇവർ നിരവധി കേസുകളിലെ പ്രതികളാണ്. പ്രകാരമുള്ള തർക്കങ്ങളും മറ്റുമാണ് പ്രതികളെ പ്രകാരം പിതാവിൻ്റെ സഹോദരനുള്ള വൈരാഗ്യത്തിലേക്കും ഈ കുറ്റകൃത്യത്തിലേക്ക് നയിച്ച്. ഇരു കൂട്ടരും തമ്മിൽ സാമ്പത്തിക തർക്കവും ഉണ്ടായിരുന്നു. അമിതമായി മദ്യപിച്ചാണ് ഇരട്ടകളായ പ്രതികൾ സംഭവ സ്ഥലത്തെത്തിയത്. കൃത്യം നടക്കുന്ന സമയം മുരുകേഷിനൊപ്പം ഒരു കൊച്ചുകുട്ടിയും വീട്ടിലുണ്ടായിരുന്നു. കുട്ടിയെയും ഇവർ ഭീഷണിപ്പെടുത്തി. പ്രതികളെ സമീപ പ്രദേശത്തു നിന്നും നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. സി മലയാളം ന്യൂസ്, ഇടുക്കി. ലഹരിയുടെ നീരാളിപ്പിടുത്തം പലപ്പോഴും മനുഷ്യബന്ധങ്ങളെയും ചുറ്റുപാടിനെയും മറവിയിലാഴ്ത്തും. ലഹരി നൽകുന്ന ഉന്മാദം പരിസര ബോധമില്ലാതാക്കും. ലഹരിക്ക് അടിമപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്യും. അത്തരമൊരു കുറ്റകൃത്യമാണ് തൃശൂരിലേത്. ആ വാർത്തയിലേക്ക്. തൃശൂരിൽ പേരാമംഗലത്താണ് യുവാവ് ബന്ധുവായ മധ്യവയസ്കനെ മദ്യലഹരിയിൽ മൺവെട്ടി കൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയത്. നട്ടാക്കപ്പാടം സ്വദേശി പ്രേമദാസാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ സഹോദരന്റെ മകൻ മഹേഷ് എന്ന 30-കാരനായ യുവാവാണ് പ്രേമദാസിനെ കൊന്നത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മൺവെട്ടി കൊണ്ട് തലക്കടിച്ചാണ് യുവാവ് കൊലപ്പെടുത്തിയത്. ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ടായിരുന്നു സംഭവം. കൊല നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യുവാവിനെ പോലീസ് പിടികൂടി. ബന്ധുക്കളായ ഇവർ തൊട്ടടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. ഇവർ ഒരുമിച്ചിരുന്ന് സ്ഥിരം മദ്യപിക്കാറുള്ളതായാണ് നാട്ടുകാർ പറയുന്നത്. സി മലയാളം ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുകയാണ്. തിരുവനന്തപുരത്തെ വാർത്തയിലേക്കാണിനി. കണിയാപുരത്ത് ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്തമായി ലഹരിവേട്ട നടത്തി. 2 ഡോക്ടർമാരടക്കം 7 പേരാണ് പിടിയിലായത്. MDMAയും ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്തമായാണ് ലഹരി സംഘത്തെ പിടികൂടിയത്. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശിയും ഡോക്ടർമാരുമായ വിഘ്നേഷ് ദത്തൻ, കൊട്ടാരക്കര സ്വദേശിനിയും BDS വിദ്യാർത്ഥിനിയുമായ ഹലീന, ആയൂർ സ്വദേശിയും IT ജീവനക്കാരനുമായ അവിനാശ്, പാലട് സ്വദേശിനി അൻസിയ, നെടുമങ്ങാട് സ്വദേശി അസീം, തൊളിക്കോട് സ്വദേശി അജിത്, ഇളമാട് സ്വദേശി ഹരീഷ് എന്നിവരാണ് പിടിയിലായത്. കണിയാപുരം തോപ്പിൽ ഭാഗത്ത് വാടക വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അസീം, അജിത്, അൻസിയ എന്നിവർ ലഹരി കേസുകളിലെ സ്ഥിരം പ്രതികളാണ്. ഇവരാണ് ബംഗളൂരുവിൽ നിന്ന് MDMA അടക്കം കടത്തിക്കൊണ്ടുവന്ന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും നൽകി വരുന്നത്. അസീമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ജീപ്പിൽ കാറിടിച്ച ശേഷം ഇവർ കടന്നു കളഞ്ഞു. പിന്നീട് കണിയാപുരം ഭാഗത്തുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം വെളുപ്പിന് വീട് വളഞ്ഞ് പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMAയും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവും കണ്ടെടുത്തു. 2 കാറുകളും 2 ബൈക്കുകളും 10 മൊബൈലുകളും പിടികൂടിയിട്ടുണ്ട്. പ്രതികളെ കഠിനംകുളം പോലീസിന് കൈമാറിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. നമുക്ക് ചുറ്റും ദിനം പ്രതി പെരുകുന്ന കുറ്റകൃത്യങ്ങളിൽ നമ്മൾ കൂടുതൽ ജാഗരൂകരായി ഇരിക്കേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും സംഭവിച്ചത് എപ്പോൾ വേണമെങ്കിലും നമുക്കും സംഭവിച്ചേക്കാം. ഹണി ട്രാപ്പ് പോലുള്ള തട്ടിപ്പുകളിൽപ്പെട്ട് പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുകയാണ്. അത്തരത്തിൽ മലപ്പുറം പൊന്നാനിയിൽ ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ 25,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. മലപ്പുറം പൊന്നാനിയിലാണ് ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാവിൽ നിന്ന് യുവതിയും യുവതിയുടെ ഭർത്താവിന്റെ സുഹൃത്തും പണം തട്ടിയത്. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട യുവാവിനെ വിളിച്ചു വരുത്തി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ്. 25,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട തിരൂർ സ്വദേശിയായ യുവാവിനെ വിളിച്ചു വരുത്തി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നീട് സൗഹൃദം സ്ഥാപിച്ച നസീമ യുവാവിനെ പൊന്നാനിയിലെ തന്റെ വാടക വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇവിടെ എത്തിയ യുവാവിനെ നസീമയും അലിയും ചേർന്ന് തടഞ്ഞുവെക്കുകയും അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയുമായിരുന്നു. നിസ്സഹായനായ യുവാവ് സുഹൃത്തിൽ നിന്ന് 25,000 രൂപ കടം വാങ്ങി ഗൂഗിൾ പേ മുഖേന അയച്ചു നൽകുകയായിരുന്നു. ഇതിനു പുറമെ വീണ്ടും പണം ആവശ്യപ്പെടുകയും വീട്ടിൽ വന്ന് കുടുംബത്തിന് മുന്നിൽ നാണം കെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയുമാണ് യുവാവ് പൊന്നാനി പോലീസിൽ പരാതി നൽകിയത്. പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായി. പ്രതികളുടെ ബാങ്ക് ഇടപാട് രേഖകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, മലപ്പുറം. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്ത് AI യുടെ കടന്നുവരവ് വലിയൊരു വിപ്ലവം തന്നെ തീർത്തു.
ഇന്നിപ്പോൾ സർവ്വ മേഖലകളിലും AI സാങ്കേതിക വിദ്യ സജീവമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ AI നൽകുന്ന സാധ്യതകൾക്കൊപ്പം തന്നെ അത് ഉയർത്തുന്ന മാനസികവും സാമൂഹികവുമായ വെല്ലുവിളികളും ഏറെയാണ്. പല കുറ്റകൃത്യങ്ങൾക്കും സൈബർ തട്ടിപ്പുകൾക്കുമെല്ലാം AI സാങ്കേതിക വിദ്യയെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. സൈബർ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും AI പോലെയുള്ള നൂതന സംവിധാനങ്ങൾ കടന്നുവന്ന ശേഷം നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകാത്തത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതാവുകയാണ്. AI സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് വിവിധ മേഖലകളിൽ വലിയൊരു വിപ്ലവം തന്നെ തീർത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് AI ഉപയോഗിക്കാത്ത മേഖലകൾ തന്നെ ചുരുക്കം. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിലും സൈബർ തട്ടിപ്പുകളിലുമെല്ലാം AI വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. അമേരിക്കയിൽ 56 വയസ്സുള്ള ഒരു വ്യക്തി സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയ സംഭവം സാങ്കേതിക വിദ്യയുടെ അമിതോപയോഗവും മനുഷ്യന്റെ വിവേകത്തെ എത്രത്തോളം തകർക്കുന്നുവെന്നും തെളിയിക്കുന്ന തന്നെയാണ്. മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ നേരിട്ടിരുന്ന ഇദ്ദേഹം ChatGPT പോലുള്ള AI ചാറ്റ് ബോട്ടുകളുമായി ദീർഘനേരം സംവദിച്ചിരുന്നു. പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മാനസിക വിഭ്രാന്തിയെയും തെറ്റായ ചിന്തകളെയും തിരുത്തുന്നതിന് പകരം AI സംവിധാനം അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കുകയോ ചെയ്തു എന്നാണ്. ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ ആ വിഭ്രാന്തിയെ തിരിച്ചറിയുകയും തടയുകയും ചെയ്യുമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മൈക്രോസോഫ്റ്റിനും OpenAIക്കുമെതിരെ കോടതിയെ സമീപിക്കുകയുണ്ടായി. തങ്ങളുടെ ഉത്പന്നം മാനസികമായ അസ്ഥിരമായ ഒരാളിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ കമ്പനികൾ പരാജയപ്പെട്ടു എന്നാണ് ഇതിലെ പ്രധാന വാദം. അതുപോലെ ഡീപ് ഫേക്ക് പോലുള്ള സാങ്കേതിക വിദ്യകളുടെ കണ്ടെത്തൽ തന്നെ വലിയ അപകടമാണ്. ഇത് അത്യാധുനികവും സങ്കീർണവുമായ ഡിജിറ്റൽ വ്യാജ നിർമ്മിതിയാണ്. യാഥാർത്ഥ്യമേത് ഭാവനയേത് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ഡിജിറ്റൽ ആശയവിനിമയ രീതികളുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നു. അടുത്തിടെ നടന്ന ഒരു കേസിൽ ആത്മീയ ഗുരുവായ സദ്ഗുരുവിന്റെ ഡീപ് ഫേക്ക് വീഡിയോ കണ്ട് വഞ്ചിതയായ ബംഗളൂരു സ്വദേശിയായ 57-കാരിക്ക് 3.72 കോടി രൂപ നഷ്ടപ്പെട്ടിരുന്നു. ഒരു വ്യാജ നിക്ഷേപ പ്ലാറ്റ്ഫോം പ്രോത്സാഹിപ്പിക്കുന്ന സദ്ഗുരുവിന്റെ ഡീപ് ഫേക്ക് വീഡിയോ കണ്ടാണ് ഇവർ വഞ്ചിക്കപ്പെട്ടത്. അതുപോലെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പേരിലും നിരവധി ഡീപ് ഫേക്ക് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം നിക്ഷേപ പദ്ധതികളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന മട്ടിലാണ് വ്യാജ പരസ്യങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നത്. മുതിർന്ന സർക്കാർ വ്യക്തികളെ ഉപയോഗിച്ചാണ് ഡീപ് ഫേക്ക് വീഡിയോകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് വ്യാജ നിക്ഷേപ പദ്ധതികളിൽ പണം മുടക്കാൻ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇത്തരം തട്ടിപ്പുകൾ എത്രത്തോളം സങ്കീർണവും സംഘടിതവുമാണെന്നതിന്റെ തെളിവാണ് ഈ ഉദാഹരണങ്ങളൊക്കെ. AI അധിഷ്ഠിത ക്രിപ്റ്റോഗ്രഫിയും സൈബർ സുരക്ഷാ ആപ്പുകളുമൊക്കെ തട്ടിപ്പിനും കൃത്യത്തിനുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. ഇത് വിവരങ്ങൾ പങ്കുവെക്കുന്നതിലെ സുരക്ഷിതത്വം ചോർത്തുകയും ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. ഗെയിമിംഗ് തട്ടിപ്പുകൾ, പ്രണയ തട്ടിപ്പുകൾ തുടങ്ങിയവ വ്യാപകമായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആപ്പുകളിലാണ് കൂടുതൽ പേരും ഇരകളാകുന്നത്. തട്ടിപ്പിനിരയാകുന്നവരിൽ പലരും ജോലി ചെയ്യുന്നവരോ വിരമിച്ചവരോ ആയ പ്രൊഫഷണലുകൾ ഉൾപ്പെടുന്ന ഉയർന്ന വരുമാനക്കാരാണ്. ഈ തട്ടിപ്പുകൾക്കെല്ലാം വ്യാപകമായി ഉപയോഗപ്പെടുന്നത് AI സാങ്കേതിക വിദ്യ തന്നെയാണ്. അറിയേണ്ട മറ്റൊരു കാര്യമാണ് സൈബർ തട്ടിപ്പുകളിലെ അന്വേഷണം. ഇവ സമയമെടുക്കുന്നതും ചെലവേറിയതുമാണ്. കുറ്റവാളികൾ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്ന VPNകൾ ഉപയോഗിക്കുന്നതിനാൽ അന്വേഷണം വെല്ലുവിളി നിറഞ്ഞതാകുന്നു. കുറ്റവാളികളെ തിരിച്ചറിഞ്ഞാലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കണം. കുറഞ്ഞത് 10 ദിവസമെങ്കിലും അന്വേഷണം നടത്തേണ്ടി വരും. ഇതെല്ലാം സൈബർ കേസുകളിലെ അന്വേഷണത്തിൽ കീറാമുട്ടിയായി തുടരുകയാണ്. ഒരർത്ഥത്തിൽ സൈബർ ക്രിമിനലുകൾക്ക് ധൈര്യവും. AIയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. AIയുടെ തലതൊട്ടപ്പൻ എന്ന് വിളിക്കുന്ന യോശുവ ബെഞ്ചിയുടെ മുന്നറിയിപ്പ്. AI സ്വയം സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥാപിത ശ്രമങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നും ഏത് സമയവും മനുഷ്യൻ AI സാങ്കേതിക വിദ്യയിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണമെന്നുമാണ് നിർദ്ദേശം. മനുഷ്യരുടെ മേൽനോട്ടം ഈ ചാറ്റ് ബോട്ടുകൾക്ക് മേൽ ഉണ്ടെങ്കിലും ഈ മേൽനോട്ട സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാകാൻ ഇവ ശ്രമിക്കുന്നതായും മനുഷ്യർക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ടെന്നും ആശങ്കയുണ്ട്. ഒരു ഘട്ടത്തിൽ അവയെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കേണ്ടി വന്നാൽ അതിനും മനുഷ്യർ തയ്യാറാകണമെന്നും മുന്നറിയിപ്പിൽ ഭയപ്പെടുത്തുന്നു. സാങ്കേതിക വിദ്യ വളരുന്നത് മനുഷ്യന്റെ നന്മയ്ക്കായിരിക്കണം, നാശത്തിനല്ല. തോക്കിന് ലൈസൻസ് ആവശ്യമുള്ളതുപോലെ മനുഷ്യന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള AI ടൂളുകൾക്കും ശക്തമായ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ്. AIയുടെ വളർച്ച തടയുക എന്നതല്ല അതിനർത്ഥം, മറിച്ച് അതിന് കൃത്യമായ കടിഞ്ഞാണിടുക എന്നതാണ്. റോഡിൽ വാഹനങ്ങൾ കൂടുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുന്നത് പോലെ ഡിജിറ്റൽ ലോകത്തെ AI പ്രളയത്തിൽ മനുഷ്യർ മുങ്ങിപ്പോകാതിരിക്കാൻ ശക്തമായ യുക്തിഭദ്രമായ നിയമനിർമ്മാണങ്ങൾ ഉടൻ നടപ്പാക്കിയേ തീരൂ.
പലപ്പോഴും പോലീസിന്റെ കൺമുൻപിൽ നിന്നും രക്ഷപ്പെട്ട വേഷം മാറി പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിയുന്ന ബാലമുരുകൻ. മലയാളികൾ ഈ കൊടും കുറ്റവാളിയെ അറിയുന്നത് അടുത്തിടെ വിയൂർ ജയിലിന് സമീപത്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയപ്പോഴാണ്. പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുമ്പോഴും ബാലമുരുകൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് തമിഴ്നാട്ടിലുള്ളവരെ ഭീതിയിലാഴ്ത്തി. ആരാണ് ബാലമുരുകൻ? നോക്കാം. അഞ്ച് കൊലപാതകം അടക്കം 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഭീതി വിതച്ച ഗുണ്ടാ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഇയാൾ. തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയ മുതൽ ആളുകൾ ഭീതിയിലായിരുന്നു. ആ ഭീതിയാണ് 2 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ ബാലമുരുകൻ പിടിയിലായതോടെ അകന്നത്. തമിഴ്നാട് കടയം സ്വദേശിയായ 44-കാരൻ ബാലമുരുകൻ 2025 നവംബർ 3-നാണ് വിയൂർ ജയിൽ പരിസരത്ത് വെച്ച് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടത്. തമിഴ്നാട് ബന്തൽഗുഡയിലെ കേസുമായി ബന്ധപ്പെട്ട് വിയൂർ ജയിലിൽ നിന്നും തമിഴ്നാട് പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കാൻ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ശേഷം ബാലമുരുകനെ തിരികെ വിയൂരിലേക്ക് എത്തിക്കുന്ന യാത്രയിൽ രാത്രി 9:45 കൊടും ക്രിമിനലിന്റെ രക്ഷപ്പെടൽ. തനിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ആവശ്യാനുസരണം പോലീസ് ഇയാളെ പുറത്തിറക്കി. 3 പോലീസുകാർ ഒപ്പമുണ്ടായിരുന്നെങ്കിലും ഇവരെ തള്ളി മാറ്റി പ്രതി ഓടുകയായിരുന്നു. ജയിൽ മതിലിനോട് ചേർന്ന് പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ബാലമുരുകൻ ഓടിയത്. തുടർന്ന് തൃശൂരിലേക്ക് കടന്ന ഇയാൾക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ചെന്നൈയിലെത്തി തലമുണ്ടനം ചെയ്ത് താടിയും മീശയും വടിച്ച് രൂപം മാറിയാണ് ബാലമുരുകൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പിന്നീട് യാത്ര ചെയ്തത്. ബാലമുരുകൻ തമിഴ്നാട്ടിലുണ്ടെന്ന വിവരം പിന്നീട് പോലീസിന് ലഭിച്ചു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് കിട്ടി. കോയമ്പത്തൂരിൽ നിന്ന് ബാലമുരുകൻ ഭാര്യയെ ഫോണിൽ വിളിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. എന്നാൽ കേരള തമിഴ്നാട് പോലീസിന്റെ സംയുക്ത അന്വേഷണത്തിലും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പല കേന്ദ്രങ്ങളിൽ നടത്തിയ തെരച്ചിലിലും ബാലമുരുകനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചില്ല. ബാലമുരുകനെ കണ്ടെത്തുന്നതിന് മുൻപ് ഇയാളുടെ കൂട്ടാളി ഇമ്രാനെ എറണാകുളം ഇടപ്പള്ളിയിലെ വീട് വളഞ്ഞ് അതിസാഹസികമായി കൊച്ചി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് സഹായകരമായി. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ നവംബർ 23-ന് ഒട്ടൻചത്രയിൽ മോഷണം നടത്തിയിരുന്നു. ഈ കേസിലെ കൂട്ടുപ്രതിയാണ് പിടിയിലായ ബാലമുരുകന്റെ കൂട്ടാളി ഇമ്രാൻ. പിന്നാലെ ബാലമുരുകൻ ഭാര്യയെ കാണാൻ തെങ്കാശിയിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. ആട് മേയ്ക്കുന്നവരുടെ വേഷത്തിൽ മുണ്ടും ഷർട്ടും ധരിച്ചാണ് ഇയാൾ എത്തിയത്. 40-ലധികം പേർ വരുന്ന തമിഴ്നാട് പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ബാലമുരുകൻ തെങ്കാശിയിലെ കടയത്തിന് സമീപത്തെ കുന്നിൽ ഓടിക്കയറി. ബാലമുരുകനെ പിന്തുടർന്ന് പോലീസ് സംഘവും മലകയറിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് തെങ്കാശിയിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കേന്ദ്രീകരിച്ച് ബാലമുരുകനായി അന്വേഷണം നടത്തി. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചുമായി സഹകരിച്ച് കേരള പോലീസും ബാലമുരുകനായി അന്വേഷണം നടത്തുന്നതിനിടെയാണ് തമിഴ്നാട്ടിലെ തൃച്ചിയിൽ നിന്ന് ഇയാൾ പിടിയിലാകുന്നത്. തമിഴ്നാട്ടിലെ തൃച്ചിക്ക് സമീപം വാഹന പരിശോധനയ്ക്കിടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് ബാലമുരുകനെ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് സംഘം പിടികൂടുന്നത്. വിയൂർ പരിസരത്ത് നിന്നും ഇത് 2ാം തവണയാണ് ബാലമുരുകന്റെ രക്ഷപ്പെടൽ. 1.5 വർഷം മുൻപ് വിയൂർ അതീവ സുരക്ഷാ ജയിലിന്റെ മുറ്റത്ത് തമിഴ്നാട് പോലീസിന്റെ വാഹനത്തിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. അന്ന് ഒരു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തട്ടിയെടുത്താണ് തമിഴ്നാട്ടിലേക്ക് ഇയാൾ കടന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി രക്ഷപ്പെടാൻ വേണ്ടി പോലീസിനെ ആക്രമിച്ച കേസുകളും ഇയാൾക്കെതിരെയുണ്ട്. കേസിൽ സാക്ഷി പറഞ്ഞ സ്ത്രീയെ ക്രൂരമായി വകവരുത്തിയ കേസും ബാലമുരുകനെതിരെയുണ്ട്. പ്രതി വേഷം മാറുന്നതിലും വിദഗ്ധനാണ്. ഒരു സ്ഥലത്ത് ലുങ്കിയാണ് വേഷമെങ്കിൽ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ചാകും. 2023 സെപ്റ്റംബർ 24 മുതൽ വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ തടവിലായിരുന്നു ബാലമുരുകൻ. ബാലമുരുകൻ രക്ഷപ്പെട്ട സംഭവത്തിൽ തമിഴ്നാട് പോലീസിന് വീഴ്ച ഉണ്ടായെന്നാണ് കേരള പോലീസ് കണ്ടെത്തിയത്. തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയെ സ്വകാര്യ കാറിലാണ് തിരികെ എത്തിച്ചതെന്നും കൈവിലങ്ങ് അണിയാതെ പ്രതിയെ പുറത്തുവിട്ടെന്ന അടക്കമുള്ള ഗുരുതര വീഴ്ചയായിരുന്നു പോലീസ് കണ്ടെത്തിയത്. അതിസാഹസികമായി കൊടും കുറ്റവാളികളെ പിടികൂടുന്നതും പിന്നാലെ അവർ അനായാസം രക്ഷപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. പോലീസിന് ജാഗ്രത കുറവുണ്ടായോ, അതോ മറ്റു ഗൂഢാലോചനകൾ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. അത് സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.